അപ്പൊ ഇതില് സ്ക്രീൻ കാണാമോ? യെസ് സർ. ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതിയത്, നമ്മളിപ്പോൾ ഇതിനകത്ത് 4ഉം 5ഉം ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ അതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഒരെണ്ണം കാൻഡിലിവർ ആണ്, അല്ലെന്ന് തോന്നുന്നു. ഒരു ബീം രണ്ടും എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അല്ലേ. നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക, ഫിഫ്ത്ത് വൺ. ഈ ഫിഫ്ത്ത് വൺ നോക്കിക്കേ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അപ്പം ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ആദ്യം നോക്കാം. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എ കാസ്റ്റ് അയൺ ബീം ഓഫ് ടി സെക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബീമിന്റെ ഷേപ്പ് എന്താണ്? ഒരു ടീയുടെ ഷേപ്പിലാണ്, അതായത് ഒരു ടി സെക്ഷൻ ആണ്. അതാണ് ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. എ കാസ്റ്റ് അയൺ ബീം ഓഫ് ടി സെക്ഷൻ is simply supported over a span of 8 meter. ബാക്കി നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വരച്ചിട്ടുള്ളതെല്ലാം അറിയാം. അതേ ബീം തന്നെയാണ്. ഈ ബീം സിംപ്ലി സപ്പോർട്ടഡ് ഓവർ എ സ്പാൻ ഓഫ് 8 മീറ്റർ ആണ്. 8 മീറ്റർ. പക്ഷേ ഈ ബീമിന്റെ ഈ ബീമിന്റെ എന്താണ് ക്രോസ് സെക്ഷൻ? ഈ ബീമിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ അല്ല, ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ അല്ല. പിന്നെ എന്ത് ക്രോസ് സെക്ഷനാണ് തന്നിരിക്കുന്നത്? ടി സെക്ഷൻ ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷനിലുള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. അതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആദ്യം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ടി സെക്ഷൻ ഞാൻ ഇങ്ങനെ വരച്ചു. ഇനി എന്ത് ചെയ്യുന്നു? ആക്ച്വലി ബീം ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, ബീം ഈ ഒരു ഷേപ്പിലായിരിക്കും കിടക്കുന്നത്. ഈ ബീമിന്റെ ഈ സ്പാൻ ആണ് എത്ര പറഞ്ഞിരിക്കുന്നത്? മേ ബി ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സ്പാൻ ആണ് 8 മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ് എന്ത് തന്നിരിക്കുന്നത്? ടി സെക്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. ഐഡിയ കിട്ടിയോ? ഓക്കെ ഫൈൻ. അപ്പൊ നമുക്കിനി നേരെ ആ പ്രോബ്ലം എങ്ങനെയാ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ അതിൽ പറഞ്ഞിരിക്കുന്നത് ഫ്ലാഞ്ച് ഈസ് ഓഫ് 100 mm by 20 mm ആൻഡ് വെബ് ഈസ് 80 mm by 20 mm. അതായത് ഒരു ടി സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഫ്ലാഞ്ച്, ഈ മുകളിലിരിക്കുന്നത്. ഈ താഴെ ഇരിക്കുന്ന ഇതാണ് വെബ് കേട്ടോ. അപ്പൊ ഫ്ലാഞ്ചിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, 100 by 20 ആണ്. വെബിന്റെ എത്രയാണ് തന്നിട്ടുള്ളത്? 80. വെബിന്റെ 80 by 20. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഫിഗർ ഞാൻ വരയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒന്നി നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇങ്ങനൊരു സെക്ഷൻസ് തന്നിട്ട് ചോദിക്കുന്നത്. ഒന്ന് ടി സെക്ഷൻ തരും, രണ്ടാമത്തത് ഐ സെക്ഷൻ തരും കേട്ടോ. അപ്പൊ ഐന് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഐയിൽ ഒരു ഫ്ലാഞ്ചും കൂടെ കാണും, താഴെയും കൂടെ ഒരു ഫ്ലാഞ്ച് കാണും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നോർമൽ സാധാരണ നമ്മൾ പറയുന്നത് പോലെ ദ ബീം ക്യാരീസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 1.5 kilonewton per meter kilonewton per meter length over the entire span. അത് നമുക്കറിയാം. നമ്മൾ സാധാരണ എന്താ പറയാ, UDL വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് പോലെ എന്ത് വരച്ചു കൊടുക്കണം? ആക്ച്വലി ഇങ്ങനെയാണ് ഇതിനകത്തുള്ളത്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി 1.5 kilonewton per meter ആണ്.
Then determine the maximum and maximum tensile and compressive stresses. Also plot the stress distribution. അപ്പോൾ മാക്സിമം ടെൻസൈലും കംപ്രസീവ് സ്ട്രെസ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ മാക്സിമം ടെൻസൈലും കംപ്രസീവ് സ്ട്രെസ്സും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ മാക്സിമം ടെൻസൈലും കംപ്രസീവ് സ്ട്രെസ്സും കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്? പറയാമോ ആർക്കെങ്കിലും? ഏതെങ്കിലും ഫോർമുല ഉപയോഗിച്ചാലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ പഠിച്ചതിൽ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണോ സാർ? പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ല. പ്രിൻസിപ്പൽ സ്ട്രെസ് എന്തിനാണ് അതിനകത്ത് അവിടെ വരുന്നത്? അതിലേക്ക് ചിന്തിക്കുകയേ ചെയ്യരുത്. പ്രിൻസിപ്പൽ സ്ട്രെസ് ഒക്കെ ആദ്യത്തെ മോഡ്യൂളല്ലേ. ഇവിടെ ഡിറ്റർമിൻ ദ മാക്സിമം ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെസ്സസ്. മാക്സിമം ടെൻസൈൽ ഏതാ? ഫ്ലെക്ചറൽ ഫോർമുല. ഫ്ലെക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്, ഫ്ലെക്ചറൽ ഫോർമുല എന്തായിരുന്നു? M/I ഈക്വൽ ടു σ/y ഈക്വൽ ടു E/R. ഓക്കെ, ഇതിൽ നമുക്ക് സിഗ്മ എന്ന് പറഞ്ഞതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ സിഗ്മ നമുക്ക് ടെൻഷനും കംപ്രഷനും കണ്ടുപിടിക്കണം. അപ്പൊ അവിടെ ഇത് ഇത്രയും അറിഞ്ഞാൽ മാത്രം പോരാ. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ടെൻസൈൽ സ്ട്രെസ് എവിടെ ഉണ്ടാവുന്നു, കംപ്രസീവ് സ്ട്രെസ് എവിടെ ഉണ്ടാവുന്നു എന്ന് പറയാൻ പറ്റുമോ? പറയാമോ? ന്യൂട്രൽ ആക്സിസിന്റെ മേളില് കംപ്രസീവ്, താഴെ ടെൻസൈൽ, അങ്ങനെയാണ്. മെടുകൻ. അതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഇങ്ങനെ ഒരു ബീം ഇരിക്കുമ്പം ആ ബീം ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ബെൻഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് ആവുന്ന ലെയേഴ്സ് എന്ന് പറയുന്നത് എന്ത് സബ്ജക്റ്റഡ് ആവും? ടെൻഷനും മറ്റത് കംപ്രഷനും, ഇല്ലേ? അപ്പൊ ഇവിടെ നേരെ UDL അല്ലേ. അപ്പൊ താഴേക്ക് വരുമ്പം ഏറ്റവും താഴത്തെ ഈ പർട്ടിക്കുലർ ലെയേഴ്സ് എന്തായിരിക്കും? ആക്ച്വലി ടെൻഷൻ ആണോ കംപ്രഷൻ ആണോ? ടെൻസൈലും ഇത് എന്തായിരിക്കും? കംപ്രസീവും ആയിരിക്കും. ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്, നേരത്തെ ശ്രവൺ പറഞ്ഞതുപോലെ ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കണം. ഇപ്പൊ ഒരു റെക്ടാങ്കുലർ ബീം ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കറക്റ്റ് നടുക്ക് വരും. ഈ T സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? T സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ് എവിടെ ആയിരിക്കും? ഏതാണ്? സെൻട്രോയിഡ്. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡിൽ വരും, ഇല്ലേ? അതായത് ഇപ്പൊ ഞാനിപ്പോ ഒരു T സെക്ഷൻ ഒന്നുകൂടി വരയ്ക്കാം. നമ്മുടെ T സെക്ഷൻ ഒന്നുകൂടി വലുതാക്കി വരയ്ക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നമ്മൾ ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്ന് മാക്സിമം ടെൻസൈലും കംപ്രസീവ് സ്ട്രെസ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സെക്ഷന്റെ എന്തെടുക്കണം? ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കണം. അപ്പൊ ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ഫോർമുല ഓർമ്മയുണ്ടോ? ഫോർമുല 3 സെക്ഷൻസ് 4 സെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇപ്പൊ ഇവിടെ നമുക്ക് 2 സെക്ഷൻസ് ഉണ്ട്. ഇതിനെ ഞാൻ 1 ഇത് 2 ആക്കി എടുക്കാം. ഇതിന്റെ ഏരിയ A1, ഇതിന്റെ ഏരിയ A2. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദിസ് പർട്ടിക്കുലർ എൻറ്റയർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ബാർ എന്ന് പറഞ്ഞാൽ y ബാർ ഈക്വൽ ടു എന്തായിരുന്നു? പറയാമോ എങ്കിലും ഫോർമുല? σx/a. അതായത് A1 y1 x അല്ല, ഇവിടെ y അല്ലേ? A2 y2 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2, ഇല്ലേ? ഇവിടെ A1 ഉം A2 എന്താണ്? A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന
ഒന്നെന്ന് പറഞ്ഞ സെക്ഷന്റെ ഏരിയ അത് നമുക്കറിയാമോ? A1 അറിയാമോ? നമുക്ക് ഒന്ന് പറയാമോ? A1 എത്രയാണ്? 100 into 20. 100 into 20 A1. അപ്പൊ A2 എന്ന് പറയുന്നത് എനിക്കൊന്ന് 80 into 20 ആയിരിക്കും അല്ലേ? 80 into 20. അപ്പൊ A1 A2 നമുക്ക് അറിയാം. ഇനിയും Y1 Y2 എന്തായിരുന്നു? Y1 Y2 Y1 10 Y1. ഓക്കെ, Y1 എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള സെക്ഷൻ. അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് ഒന്നുകിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും താഴത്തു നിന്ന് എടുക്കാം. അപ്പൊ എപ്പോഴും ഞാൻ ആക്ച്വലി എടുക്കുന്നത് ഈ ഒരു എൻഡിൽ നിന്നാണ്. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഇപ്പം മോളിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് ഇത്രയും ഡിസ്റ്റൻസിലെന്ന് പറഞ്ഞു കിട്ടും, അല്ലെങ്കിൽ താഴെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിലെന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ Y1 എന്ന് പറയുന്നതും ലിറ്ററലി എന്താണ് Y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷന്റെ, അതായത് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഒന്നെന്ന് പറഞ്ഞെടുത്തിരിക്കുന്ന സെക്ഷന്റെ, ഒരു മിനിറ്റ്, ഒന്നെന്ന് പറഞ്ഞെടുത്തിരിക്കുന്ന സെക്ഷന്റെ നടുക്ക് അല്ലേ? ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം, എത്രയായിരുന്നു? 20. അപ്പം Y1 എന്ന് പറയുന്നത് ഇവിടം തൊട്ട്, ഞാനിപ്പോൾ റെഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? Y1. Y2 എന്തായിരിക്കും? അപ്പം രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടം വരെയുള്ള സെക്ഷൻസ്, ഇവിടം വരെ. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്ര ആയിരുന്നു? ഇത്രയും ഹൈറ്റ് ടോട്ടൽ 80. അപ്പൊ അതിന്റെ Y2 എന്ന് പറയുന്നത് അതിന്റെ സെന്റർ വരെ അല്ലേ? ഈ ഡിസ്റ്റൻസ് അത് 40 ആണ്. ഓക്കെ ആണോ? ഈ പർട്ടിക്കുലർ സംഭവം, അതായത് ഈ ഫോർമുല, ഇത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് കണ്ടുപിടിക്കുന്ന മെത്തേഡ്, അത് ആദ്യം നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചിട്ട് മാത്രമേ നമുക്ക് ബാക്കി അടുത്തതിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ ഇവിടെ Y1 എന്ന് പറയുന്നത് 80 + 10 90യും Y2 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 40 അല്ലേ? Y2 എന്ന് പറയുന്നത് 40. ഇനി എന്ത് ചെയ്യണം? ഈ പർട്ടിക്കുലർ, അതായത് A1ഉം A2ഉം Y1ഉം Y2ഉം എല്ലാം ഇതിലേക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. ഓക്കെ, ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തോ? എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വയ്യ, അതുകൊണ്ട്. അതെങ്കിലും കാൽക്കുലേറ്റർ ഉണ്ടോ? ആരെങ്കിലും കിട്ടിയായിരുന്നോ? ആർക്കെങ്കിലും സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്തെങ്കിലും വാല്യൂ? ഇല്ലെങ്കിൽ നമുക്കൊരു 67.78 ആണ്. ഓക്കെ, അപ്പൊ 67.78 എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ വാല്യൂ 67.78. അത് Y ഡിസ്റ്റൻസ് ആണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ Y ബാറിലാണ്. അപ്പൊ അതിന്റെ മീനിങ്, ഒരു മിനിറ്റ്, അപ്പം ഞാനിതെല്ലാം ഒന്ന് വായിച്ചിട്ട് 67.78 മാർക്ക് ചെയ്യാം. ഇനി നമുക്കിതൊന്നും വേണ്ട. അപ്പൊ നമുക്ക് 67.78. അപ്പം 67.78 കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്തത്. ഓക്കെ, അപ്പൊ 67.78 കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ പർട്ടിക്കുലർ ഇവിടെ നിന്ന് ഇത്രയും നമുക്കറിയാം, മൊത്തം 80 ആണ്. മേ ബി ഒരു 67 എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കാം. അപ്പൊ ഇവിടെ കൂടെ ഞാനൊരു ആക്സിസ് വരയ്ക്കുന്നു. ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ന്യൂട്രൽ ആക്സിസ് 67.78 mm. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടി. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് ഇനിയും കിട്ടി. ഇനി സെന്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത്
നമുക്കറിയാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മയാണ്. പക്ഷെ സിഗ്മ കണ്ടുപിടിക്കണമെങ്കിൽ ബെൻഡിങ് മൊമെന്റ് നമുക്ക് എന്തായാലും കിട്ടും. ബെൻഡിങ് മൊമെന്റ് ഏതിൽ നിന്ന് കിട്ടും? m/i = σ/y എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്താൽ മതി നമുക്കിവിടെ. E/r വേണ്ട. പക്ഷേ m എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ ഡയറക്റ്റ് ബെൻഡിങ് മൊമെന്റ്? ഈ പ്രോബ്ലത്തിൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ശ്രവൺ, സാർ ആ ഫിഗറിൽ നിന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 1.5 കിലോമീറ്റർ. അതെ, സാധാ കണ്ടുപിടിക്കുന്ന പോലെ. അതായത് നമ്മൾ ഒരു UDL, അതായത് UDL വരച്ചിട്ടുണ്ട്. ഇതൊരു ക്രോസ് സെക്ഷൻ ആണ് ഞാൻ ഇപ്പൊ വരച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു ഫിഗർ ഉണ്ടെന്നുള്ളത് ഓർമ്മ വേണം. ഇങ്ങനൊരു ഫിഗർ ആണ് ആക്ച്വലി ഉള്ളത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം 2 എൻഡിലും ഉണ്ട്. 1.5 kN/m തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു സാധനം വരച്ച് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ മാക്സിമം ബെൻഡിങ് മൊമെന്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഫിഗറിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചിട്ട് കിട്ടും. ഇനിയും I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെടുക്കും? I കണ്ടുപിടിക്കാൻ പല രീതികളുണ്ട്. ഇപ്പൊ നമ്മളിവിടെ നമുക്ക് ഈ T സെക്ഷൻ അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ T സെക്ഷൻ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് I എന്ത് കണ്ടുപിടിക്കണം? T സെക്ഷന്റെ I കണ്ടുപിടിക്കണം. വെറും ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആയിരുന്നെങ്കിൽ ഡയറക്ട്ലി BDQ/12 എന്ന് പറഞ്ഞിടാമായിരുന്നു. പക്ഷേ ഇവിടെ അത് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോ ഒന്നുകിൽ നമുക്ക് നേരത്തെ എടുത്തതുപോലെ സെക്ഷൻ 1, സെക്ഷൻ 2 എടുത്ത് I1 ഉം I2 ഉം കണ്ടുപിടിച്ച് ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I1, സെക്ഷൻ 2ന്റെ I2 ആൻഡ് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈക്വൽ ടു I1 പ്ലസ് I2. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ 1 ഉം 2 എടുക്കാതെ ഇതിനെ മൊത്തം ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആക്കി. അത് വേണ്ട, ഇങ്ങനെ എടുക്കുക. മറ്റതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ബാക്കി കേട്ടിരിക്കുന്നവർക്ക് ഡൗട്ട് വരും. അപ്പം I = I1 പ്ലസ് I2 എന്ന് പറഞ്ഞാൽ ഈ T സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ചുമ്മാ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഓരോന്നിനെയും നമുക്ക് എന്തായിട്ട് മാറ്റണം? ഒരു ഫോർമുല നിങ്ങൾക്ക് അറിയാം. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഫോർമുല യൂസ് ചെയ്യും? I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഏതാണ്? ഫ്ലാഞ്ച് ആണോ വെബ് ആണോ? ഫ്ലാഞ്ച് എബൌട്ട് ഏത് ആക്സിസ് ആണ്? അതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോ ഫ്ലാഞ്ചിന്റെ കേസ് എടുക്കുക. അപ്പൊ ഫ്ലാഞ്ചിന്റെ കേസ് എടുത്തു. ഫ്ലാഞ്ചിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി C1 എന്നും പറഞ്ഞു കൊടുക്കുക. ഓക്കെ, C1 എബൌട്ട് ഏത് ആക്സിസ് എടുക്കും? ഫ്ലാഞ്ചിന്റെ X axis. അങ്ങനല്ല, X ആക്സിസിനല്ല ഞാൻ പറയുന്നത്. I1 എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ടോപ്പ് ഫ്ലാഞ്ച്, അല്ലാതെ നമ്മുടെ ഒറ്റൊരു ഫ്ലാഞ്ച് അല്ലേ ഉള്ളൂ. ഈ ഫ്ലാഞ്ച് എബൌട്ട് ആ ഫ്ലാഞ്ചിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഉള്ളതല്ല നമുക്ക് വേണ്ടത്. ആ ഫ്ലാഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ മാത്രമാണ് അല്ലേ. നമുക്ക് വേണ്ടത് ഏതാണ്? ന്യൂട്രൽ ആക്സിസിൽ കൂടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് അല്ലേ. എല്ലാം നമ്മൾ ന്യൂട്രൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്, ആണോ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ഓൾറെഡി നമുക്ക് ഫോർമുല അറിയാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് ഏത് സെക്ഷൻ ആണെന്ന് എടുക്കുന്നത് ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദാറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ പ്ലസ് എന്ത് ചെയ്യും? ഏരിയ ഇൻറ്റു, അറിയാമോ അത്? ഏരിയ ഇൻറ്റു എന്ത് വരും?
ഡിസ്റ്റൻസിന് സ്ക്വയർ. ഡിസ്റ്റൻസിന്റെ ഏത് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഏതാ? ഈ ഡിസ്റ്റൻസ്. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പോൾ അത് ആ ഡിസ്റ്റൻസ് ഞാനിപ്പോൾ നേരത്തെ y1 y2 കൊടുത്തത് കൊണ്ട് ഇതിപ്പോൾ y എന്ന് കൊടുക്കുക. ഇവിടെ y സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ വേണ്ട, y1 എന്നിരിക്കട്ടെ, കാരണം y1 എടുക്കാം. a ഇൻറ്റു y1 സ്ക്വയർ. അപ്പം ഇനിയും നമുക്ക് ഐ ജി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറയാമോ? ഐ ജിയുടെ ഫോർമുല ഐ ജി, അതായത് ടോപ്പ് ഫ്ലാഞ്ചിനെ മാത്രം എടുക്കുക. ഫ്ലാഞ്ചിന്റെ ഡയമെൻഷൻസ് ഒന്ന് ആലോചിക്കുക. ഇത് 100, ഇത് എത്രയായിരുന്നു? 20 അല്ലേ? അപ്പൊ എത്ര ഐ ജി? 100 into 20 cube by 12. BD cube by 12 അല്ലേ? അപ്പം 100 into 20 cube divided by 12 പ്ലസ് ഏരിയ നമുക്കറിയാം 100 into 20. y1 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 90 minus 67.78. 90 minus 67.78 the whole square അല്ലേ? കറക്റ്റ് ആണോ? ആണോ? യെസ് സർ. അപ്പൊ അത് എത്ര കിട്ടിയത്? അപ്പൊ I1 എത്ര കിട്ടിയെന്നൊന്ന് പറയാമോ? കുറച്ച് വലിയ വാല്യൂ വരാനായിരിക്കും ചാൻസ്. 7110.6. 711 3 1 ഉണ്ടോ? ഉണ്ട് 310.6 അല്ലേ? എപ്പോഴും millimeter raised to 4 കാരണം നമ്മൾ millimeterലല്ലേ ചെയ്തത്. millimeter raised to 4. ഇതിപ്പോൾ എനിക്ക് അറിയത്തില്ല, ഞാൻ ആ വാല്യൂസ് അങ്ങ് ഇട്ട് ചെയ്യുകയാണേ. അപ്പം I2 എന്ന് പറയുന്നത് അതേപോലെ എന്ത് വരും? I2 താഴെ എഴുതാം. I2 എന്ന് പറഞ്ഞാൽ I2ന്റെ IG പ്ലസ് A ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ I2ന്റെ BD ക്യൂബ് ബൈ 12 എന്ന് പറഞ്ഞാൽ B എത്ര വരും? I2ന്റെ 20 into 80 cube. 20 into 80 cube divided by 12 അല്ലേ? പ്ലസ് അതിൻ്റെ ഏരിയ 80 into 20 പ്ലസ് ഡിസ്റ്റൻസ് ഓഫ് ദ ഇറ്റ്സ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ന്യൂട്രൽ ആക്സിസ് അല്ലേ? അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഇതാ ഇവിടെ ആയിരിക്കും. അപ്പം 67.7 minus 40. 67.7 minus 40 the whole square. അപ്പം അതിനൊരു വാല്യൂ വരുമല്ലോ. അത് എത്രയാണെന്ന് പറയുന്നത്. എന്നിട്ട് അത് രണ്ടും കൂടെ ഒന്ന് പ്ലസ് ചെയ്യണം. Into 80 cube by 12 plus 89. എത്ര സോൺ? 89 89 77 77 8 8 1.33. 8
1.320 millimeter raised to 4. അപ്പൊ ഇത്രയും ഈ രണ്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി എന്താണ്? I1 പ്ലസ് I2 ആണ് ടോട്ടൽ I. അപ്പൊ ഈ I എന്ന് പറയുന്നത് അടുത്തതിനകത്ത് എഴുതാം. അപ്പം I ഈക്വൽ ടു I1 പ്ലസ് I2. അത് ടോട്ടൽ എത്രയായിരുന്നു ശ്രവൺ? ആ 91. ഓക്കെ. അപ്പൊ ഈ ഒരു I എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടി. M/I ഈക്വൽ ടു സിഗ്മ ബൈ വൈ. അതിനകത്ത് നമുക്ക് M ഓൾറെഡി നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചിട്ട് കണ്ടുപിടിക്കും. ഐയും കിട്ടി. നമുക്ക് സിഗ്മ കണ്ടുപിടിക്കണം. അപ്പോൾ സിഗ്മ കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് ഇനി പോവാം. അപ്പോൾ ഇനി നമുക്ക് മാക്സിമം ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഇല്ലേ? മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ആണ്. അപ്പോൾ മാക്സിമം ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ബോട്ടം മോസ്റ്റ് ഫൈബറിലാണ് എന്ത്? ടെൻസൈൽ സ്ട്രെസ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് എക്സ്ട്രീം ബോട്ടം ഫൈബർ അല്ലേ? ബോട്ടം ഫൈബർ ഫ്രം എവിടുന്ന? ന്യൂട്രൽ ആക്സിസ്. അതെ, ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അതാണ് മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സിലുള്ള y. അപ്പം ആ വൈന്റെ വാല്യൂ ഇത്ര ആണെന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും താഴെ 67 ആ വാല്യൂ തന്നെയാണ്. 67.78 ആണ് അവിടുത്തെ വൈന്റെ വാല്യൂ. അപ്പൊ അവിടെ നമുക്ക് മാക്സിമം ടെൻസൈൽ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ M/I ഈക്വൽ ടു സിഗ്മ ബൈ വൈയില് വൈന് എത്ര വാല്യൂ ഇട്ട് കൊടുക്കും? 67.78. അപ്പൊ എന്ത് കിട്ടും? ടെൻസൈൽ സ്ട്രെസ് കിട്ടി. ഇനി അതേപോലെ അടുത്ത് എന്ത് കിട്ടണം? മാക്സിമം കംപ്രസീവ് സ്ട്രെസ് കിട്ടണം. കംപ്രസീവ് സ്ട്രെസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഓഫ് ടോപ്പ് ഫൈബർ അല്ലേ? ടോപ്പ് ഫൈബർ ഫ്രം ന്യൂട്രൽ ആക്സിസ്. അതെത്ര ആയിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞു എത്രയായിരുന്നു? 100 മൈനസ് ആണോ? 100 അല്ലേ? 100. ഞാൻ എനിക്ക് അപ്പുറത്തെ ഫിഗർ ഇല്ലാത്തോന്ന് ചോദിച്ചതാ. 100 മൈനസ് 67.78. 67.78. അപ്പൊ 100 എത്ര? 32.23. ഓക്കെ. അപ്പൊ ഇതാണ് അവിടുത്തെ y. അപ്പൊ അവിടെ എന്ത് കണ്ടുപിടിക്കണം? M/I എല്ലാം സെയിം ആണ്. സിഗ്മ കംപ്രസീവ് കണ്ടുപിടിക്കണമെങ്കിൽ 32.23 ഇട്ട് കൊടുക്കണം. ഇത്രയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ടെൻഷന്റെയും കംപ്രഷന്റെയും വാല്യൂസ് കിട്ടുക. ഇതേ രീതിയിലാണ് ഇതിൽ I സെക്ഷൻ വന്നാലും സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടി ഇതായിട്ട് പറഞ്ഞുതരാം, പെട്ടെന്ന് പറഞ്ഞുതരാം. നമുക്ക് ചോദ്യം എന്ന് പറയുന്നത് ഒരു T സെക്ഷൻ അല്ലെങ്കിൽ I സെക്ഷൻ വരും. അതിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരിക്കും മിക്കവാറും ചോദിക്കുക. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് UDL തരും, അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം തരും. അപ്പം ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് T സെക്ഷൻ ആണോ I സെക്ഷൻ ആണോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഫിഗർ വരയ്ക്കുക, ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പർട്ടിക്കുലർ T സെക്ഷൻ്റെ ആണെന്നാണെങ്കിലും അല്ലെങ്കിൽ I സെക്ഷൻ്റെ ആണെങ്കിലും ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുക. ഇപ്പം ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കണമെങ്കിൽ ആ തന്നിരിക്കുന്ന സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് എന്ത്? ആ പർട്ടിക്കുലർ സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ നമുക്കറിയാം y ബാർ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ, സിഗ്മ എ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എ എന്ന് പറഞ്ഞ ഫോർമുല അറിയാം. അല്ലെങ്കിൽ എത്ര സെക്ഷൻസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് A1y1 പ്ലസ് A2y2 എല്ലാം നമ്മൾ y ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പർട്ടിക്കുലർ സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ
ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ് ന്യൂട്രൽ ആക്സിസിന്റെ ലൊക്കേഷൻ. ന്യൂട്രൽ ആക്സിസിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഫ്ലെക്ചറൽ ഫോർമുലയിലെ m/i എന്ന് പറഞ്ഞത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ന്യൂട്രൽ ആക്സിസ്. നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ന്യൂട്രൽ ആക്സിസിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് വേണ്ടത്. അല്ലാതെ ആ സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ തന്നെ എല്ലാ ഓരോന്നിന്റെ എടുത്ത് അങ്ങനെയല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ പർട്ടിക്കുലർ സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ന്യൂട്രൽ ആക്സിസിൽ കൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് വേണ്ടത്. അപ്പൊ നമുക്കിപ്പോൾ ഐ സെക്ഷൻ തന്നിരിക്കുകയാണെങ്കിൽ അതിനൊരു 2 ഫ്ലാഞ്ചും കാണും, ഒരു വെബും കാണും. ടി സെക്ഷൻ ആണെങ്കിൽ അതിനൊരു ഫ്ലാഞ്ചും ഒരു വെബും കാണും. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് രണ്ടിനെയും ഇപ്പം ടി സെക്ഷനെ ആണെങ്കിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ ഇപ്പൊ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പോലെ ഇതൊരു റെക്ടാങ്കിൾ, ഇതൊരു റെക്ടാങ്കിൾ. ഐ സെക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, താഴെയും കൂടെ ഇടണം, ഒരു റെക്ടാങ്കിളും കൂടെ വരും. എന്നിട്ട് എന്ത് ചെയ്യണം, മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് I = IG + A × y² എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യുക. അങ്ങനെ I1 I2 കണ്ടുപിടിക്കുക ടി സെക്ഷന്റെ കേസിൽ. ഐ സെക്ഷൻ ആണെങ്കിൽ I3 കണ്ടുപിടിക്കുക. എന്നിട്ട് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ I1 + I2 + I3. ഐ സെക്ഷൻ ആണെങ്കിൽ, ടി സെക്ഷൻ ആണെങ്കിൽ I1 + I2. ഓക്കെ. എന്നിട്ട് ഈ പർട്ടിക്കുലർ ഐ ആണ് നമ്മൾ എന്തിലിട്ട് കൊടുക്കേണ്ടത്, m/i എന്ന് പറഞ്ഞ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. m/i എന്ന് പറഞ്ഞ ഫോർമുലയിൽ ഈ ഐ ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ടുപിടിക്കേണ്ടത് സിഗ്മയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സിഗ്മ നിങ്ങൾ ആലോചിക്കണം, എപ്പോഴും ഒരു ബീം താഴേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്ട്രീം ബോട്ടം ഫൈബറിലും ടെൻഷനും ഏറ്റവും ടോപ്പ് ഫൈബറിൽ കംപ്രഷനുമാണ്. അപ്പൊ ഈ എക്സ്ട്രീം ടോപ്പ് ഫൈബറും ബോട്ടം ഫൈബറും ഏതിൽ നിന്നാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്, ആ പർട്ടിക്കുലർ ബീമിന്റെ ന്യൂട്രൽ ആക്സിസിൽ നിന്ന്. അപ്പൊ ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചപ്പം അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഓരോന്നിനും ഇപ്പം ടെൻഷൻ കണ്ടുപിടിക്കാൻ കറസ്പോണ്ടിങ് y ഇട്ട് കൊടുക്കുക, കംപ്രഷൻ കണ്ടുപിടിക്കാൻ കറസ്പോണ്ടിങ് y ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് ഒരു പ്രൊസീജിയറാണ്. അതിപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നെറ്റിലൊക്കെ എനിക്ക് നോക്കിയാൽ പെട്ടെന്ന് ഇത് കിട്ടണമെന്നില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഈ പർട്ടിക്കുലർ പ്രോബ്ലം മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് ഇനി ബാക്കി അതൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. അതെന്തായാലും പരീക്ഷയ്ക്ക് കാണും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് പഠിപ്പിക്കുന്നത്. സാർ, ഓൾസോ പ്ലോട്ട് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ചോദിക്കുന്നത് എന്താണ്? സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളിപ്പോ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ പഠിപ്പിച്ചായിരുന്നോ? പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പഠിപ്പിച്ചിട്ടില്ല, ഉണ്ടോ ഇല്ലേ? ഒരു റെക്ടാങ്കുലർ സെക്ഷനകത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, അതിനകത്ത് m/i = σ/π അല്ലേ? അപ്പൊ സിഗ്മ ഏത് വേരി ചെയ്യുന്ന അനുസരിച്ചായിട്ടാണ് സിഗ്മ മാറുന്നത്. എക്സാക്ട്ലി y. അപ്പൊ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മുകളിലോട്ടും ന്യൂട്രൽ ആക്സിസിൽ നിന്ന് താഴോട്ടും അല്ലേ? അപ്പം ആ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഒരു മിനിറ്റ്, ഇപ്പൊ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മുകളിലോട്ടും ന്യൂട്രൽ ആക്സിസിൽ നിന്ന് താഴോട്ടുമാണ് നമുക്ക് y എങ്കിൽ ഇങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് താഴേക്ക് പോസിറ്റീവ് ആണെങ്കിൽ, താഴേക്ക് ടെൻസൈൽ സ്ട്രെസ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, കംപ്രസീവ് സ്ട്രെസ് വരും. അപ്പൊ ഇവിടെ ഞാൻ കംപ്രഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ വേരിയേഷൻ എങ്ങനെ വരും? ഇവിടെ വന്ന് ന്യൂട്രൽ ആക്സിസിൽ എന്തായിരിക്കും, സ്ട്രെസ് 0 ആയിരിക്കും. ഇവിടെ വരുമ്പോൾ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും മാക്സിമം. നമ്മൾ നേരെ ഒരു പർട്ടിക്കുലർ സ്കെയിൽ, ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് ഈ പർട്ടിക്കുലർ പോയിന്റ് എന്തായിരിക്കും, ന്യൂട്രൽ ആക്സിസിൽ സ്ട്രെസ് 0. പിന്നെ y കൂടുന്നതനുസരിച്ച് എന്ത് കൂടി വരും, സ്ട്രെസ് കൂടി വരും. ഇങ്ങനെ കൂടി വന്ന്
ഇവിടെ എന്തായിരിക്കും? കംപ്രഷൻ. അതേപോലെ നേരെ ഇപ്പുറത്തേക്കാണെങ്കിൽ ടെൻഷൻ. ഇപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചതിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല, തിരിച്ചു വരച്ചാലും സൈൻ ഓപ്പോസിറ്റ് സൈൻ ഇട്ടിരുന്നാൽ മതി കേട്ടോ. അത് പ്യൂർലി ഡിപ്പെൻഡന്റ് ഓൺ വൈ, അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. സാർ ഇതിന് മുമ്പ് വേറൊരു ട്യൂട്ടോറിയൽ ആണല്ലേ, ആ അതിലൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോ. അതിലെ ഫസ്റ്റും തേർഡും അങ്ങനെ നോക്കട്ടെ, എന്റെ കയ്യിൽ ഇനി അതുണ്ടോ നോക്കട്ടെ. ഏതായിരുന്നു അത്? ട്യൂട്ടോറിയൽ ഏതൊക്കെയുണ്ടെന്ന്? നോർമൽ, ടോർഷണൽ ഡിഫോർമേഷൻ ആണോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മൊമെന്റ് ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഫസ്റ്റും തേർഡും, ബാക്കിയെല്ലാം കിട്ടി. വെയിറ്റ് അത് ഞാൻ ഇതുപോലെ ഒരെണ്ണം ചെയ്യാം. അത് ആക്ച്വലി ഞാൻ ഇതുപോലെയാ. അതായത് എൻ്റെ അടുത്ത് തോന്നുന്നു ഏബലും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡ് കിട്ടിയോ? അപ്പം ശ്രവണ് സെക്കൻഡ് കിട്ടി. കമ്പയർ ദ വെയിറ്റ് ഓഫ് ഷാഫ്റ്റ് ഓഫ് ദ മാക്സിമം, അത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അതൊന്ന് ചെയ്തിടാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഒന്നീ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അല്ലാതെ ചെയ്ത് സൊല്യൂഷൻ ആയിട്ട് ഇടാം കേട്ടോ. ഓർമ്മിച്ചോണേ, കാരണം അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നീ ഓർമ്മിപ്പിച്ചത് നന്നായി. കാരണം ഇപ്പൊ ഈ പറഞ്ഞ കാര്യം പോലെ തന്നെ ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിന്റെ അപ്രോച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ പെട്ടെന്ന് അതിന് ഒറ്റ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അത് ആ രീതിയിലാണ് ചെയ്യേണ്ടത്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ ഒന്നിൽ അത് ചെയ്യാം. നിങ്ങൾക്ക് എന്നാ ഇനിയിപ്പം മൺഡേ ഉണ്ടോ ക്ലാസ്? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇനി എന്നാ നിങ്ങൾക്ക് ക്ലാസ് എന്നാ? മീൻസ് ഓഫ്ലൈനിൽ എന്തെങ്കിലും പറഞ്ഞോ? 3-ാം തീയതി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും 2-ാം തീയതി എന്ന് പറയുന്നു. 2-ാം തീയതിയോ? ഓക്കെ. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എന്തായാലും ഞാൻ ഇതെന്തായാലും ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ചെയ്തിട്ടേക്കാം കേട്ടോ. വേറെ ഏതെങ്കിലും ഉണ്ടോ ഡൗട്ട്? ഞാൻ ഈ തരുന്ന ട്യൂട്ടോറിയൽ എല്ലാം ചെയ്ത് പഠിച്ചോണേ, കാരണം ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സീരീസിനാണെങ്കിലും യൂണിവേഴ്സിറ്റിക്കാണെങ്കിലും, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എൻ സെമസ്റ്ററിനാണെങ്കിലും ഇതേ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്തായാലും ചോദിക്കും. ഓക്കെ ആണോ? അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ, വേറെ ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ. ഹലോ. ഓക്കെ സാർ, ഡൗട്ടൊന്നുമില്ല. ഓക്കെ എന്നാൽ പിന്നെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ദെൻ. ഓക്കെ ബൈ. അപ്പം ഞാൻ മറ്റത് ചെയ്തിട്ടേക്കാമേ. ഓക്കെ, താങ്ക് യു സാർ. ശരി. ഓക്കെ ബൈ.